അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ ഒരു എനർജി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെ യൂണിവേഴ്സ് തന്നെ ഒരുമിപ്പിച്ചതാണ്. അതായത് നിങ്ങൾ തമ്മിൽ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയ്ക്ക് ആരൊക്കെ എന്തൊക്കെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്താലും നിങ്ങൾ തമ്മിൽ എത്രയൊക്കെ മാറ്റാൻ ശ്രമിച്ചാലും അതൊരിക്കലും നടക്കില്ല. ബിക്കോസ് ഇത് ഓൾറെഡി അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റാണ്, നിങ്ങൾ ഒരുമിക്കാനുള്ളവരാണ്. അപ്പോൾ പിന്നെ ഈ ഒരു ഭൂമിയിൽ വന്നിട്ട് ആരൊക്കെ ഇതിൻ്റെ ഇടയിൽ കിടന്ന് നിങ്ങളെ തമ്മിൽ വഴക്കിടിച്ച് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ നോക്കിയാലും അതൊരിക്കലും നടക്കത്തില്ല. അതാ ഒരു ഡിവൈൻ നിശ്ചയിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒന്നിക്കേണ്ടവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെ അറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ്. നിങ്ങൾ ഇമോഷണലിയൊക്കെ ഒരുപാട് അറ്റാച്ച്ഡ് ആണ്. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് സംസാരിക്കാതെ തന്നെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ ദുഃഖത്തിലാവുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അത് അറിയാൻ പറ്റും പറയാതെ. ബിക്കോസ് അത്രയ്ക്ക് കണക്റ്റഡ് ആണ് നിങ്ങൾ. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ ആർക്കും ഒരു കാരണവശാലും തകർക്കാൻ പറ്റില്ല. ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ്. അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ആണ് നൽകുന്നത്, ആ വ്യക്തിയുടെ ഉള്ളിൽ എന്തൊക്കെ ഫീലിങ്സ് ആണ് നിങ്ങളോട് ഉള്ളത് എന്നാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ടൈംലെസ് റീഡിങ്ങുമാണ്. ജേണൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാവരും എനർജി ആയിട്ട് റെസണേറ്റ് ചെയ്യണമെന്നില്ല. സോ നമ്മളുടെ ഇതുമായിട്ട് എനർജി ആയിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് കാണുക. ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് ഇത് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പം മുതൽ വാലിഡ് ആവുകയാണ്. സോ നമുക്ക് റീഡിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, വളരെ ഫ്രീ ആയിട്ടിരിക്കുക. സോ നമുക്ക് റീഡിംഗ് നോക്കാം. അപ്പോൾ നമ്മൾക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളില്ലാതെ ആ ഒരു പേഴ്സണ് ആലോചിക്കാൻ പോലും വയ്യ. നിങ്ങളാണ് ആ പേഴ്സൻ്റെ ലൈഫിൽ എല്ലാം. നിങ്ങളില്ലാതെ ഒരു നിമിഷത്തെ പോലും ആ വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങളില്ലെങ്കിൽ അയാൾ മൊത്തത്തിൽ തീർന്നു എന്നൊരവസ്ഥയിലാണ്. ബിക്കോസ് അയാൾ അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആണ് നിങ്ങളിലോട്ട്. സോ നിങ്ങളെന്ന് പറയുന്നത് അയാളുടെ ലൈഫ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഒരു നിമിഷം മാറിയിരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളായിട്ടൊരു കോൺടാക്റ്റ് നിർത്തുമോ, നിങ്ങളുടെ ഇല്ലാത്തൊരു ലൈഫ് ആ ഒരു വ്യക്തിയുടെ മൈൻഡിൽ പോലും ഇല്ല. ബിക്കോസ് അങ്ങനെ ആ വ്യക്തി ഓർക്കാറ് പോലും. ബിക്കോസ് അങ്ങനെ ഓർക്കുമ്പോൾ തന്നെ ആ ഒരു വല്ലാത്തൊരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് ആ ഒരു പേഴ്സൺ പോകുന്നതാണ്. ബിക്കോസ് നിങ്ങൾ വിചാരിക്കുന്നതിലൊക്കെ നല്ല രീതിയിൽ ആ ഒരു പേഴ്സൺ നിങ്ങളോട് വളരെയധികം അറ്റാച്ച്ഡ് ആണ്. ഈ ഒരു വ്യക്തി നിങ്ങളോട് വളരെ അറ്റാച്ച്ഡ് ആയതുകൊണ്ട് ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഏത് തരത്തിൽ വരെയും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. അതായത് എക്സ്ട്രീം ലെവലിലോട്ട്, അതായത് നിങ്ങളായിട്ടുള്ള ആ ഒരു മാരേജ് ലൈഫ്, അത് നിങ്ങൾ ഒന്നിച്ചിട്ടുള്ള ആ ഒരു ജീവിതം തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിലുള്ളത്. സോ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ആരുടെ അടുത്ത് വേണമെങ്കിലും ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്. അതായത് മേ ബി ഒരു ഫാമിലിയുമായിട്ടും വീട്ടുകാരുമായിട്ടും ഒക്കെ ഒരുപാട് പ്രോബ്ലം ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. അവരാരും ചിലപ്പോൾ സമ്മതിക്കുന്നുണ്ടായില്ല. അപ്പോൾ അവരുടെ അടുത്തും നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി ഒരുപാട് വഴക്ക് കൂടുന്നുണ്ട്, അവരുടെ വായിൽ നിന്ന് ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കുന്നുണ്ട്, ഒരുപാട് പ്രോബ്ലംസ് ഈ ഒരു പേഴ്സൻ്റെ ഫാമിലിയിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് വേണ്ടി ആ ഒരു പേഴ്സൺ എന്തും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളെ ദ്രോഹിക്കാനോ നിങ്ങളെ വിഷമിപ്പിക്കാനോ ഒന്നും ഒരിക്കലും ആഗ്രഹിക്കുന്നുമില്ല. വേറെ ആരെങ്കിലും നിങ്ങളെപ്പറ്റി എന്തെങ്കിലും പറയുവാണെങ്കിൽ ഈ ഒരു പേഴ്സണ് അവരുമായിട്ട് വഴക്കുണ്ടാക്കും, അല്ലെങ്കിൽ അവരോട് എന്താ പറയുക, ഒരു ഡിസ്റ്റൻസ് തന്നെ കീപ്പ് ചെയ്യാറുണ്ട്. ഈ ഒരു പേഴ്സണ് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ ചലഞ്ചിങ് ആണ്. കാരണം എന്ന് വെച്ചാൽ വീട്ടുകാരും ഫ്രണ്ട്സും എല്ലാവരുമായിട്ടും ഒക്കെ വഴക്കുണ്ടായിട്ടാണ്. അതായത് അവർക്കാർക്കും താല്പര്യമില്ല നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ. സോ എല്ലാവരുമായിട്ടും ആ പേഴ്സൺ അതായത് മാനസികമായിട്ടൊക്കെ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ആരൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ വേണ്ടത്, ആരൊക്കെയാണ് വേണ്ടാത്തതെന്നൊക്കെ. അത് നിങ്ങൾ വളരെയധികം ആലോചിച്ചൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകണം എന്നൊക്കെ. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാർ പോയാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ, അതായത് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ആ ഒരു പേഴ്സണെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്ന് ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നല്ലതായിട്ടൊരു ബോധ്യം ഉണ്ടായിട്ടുണ്ട്. സോ ആ വ്യക്തി ലൈഫിൽ വേണ്ടാത്ത ആൾക്കാരോട് ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ് നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് വേണ്ടിയാണ്.
അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് ഫാമിലി വൈസൊക്കെ ഒരുപാട് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അയാളെ വീട്ടുകാരും ഫാമിലിയും ഒക്കെ ഒരുപാട് അകറ്റി നിർത്തുന്നുണ്ട്. കാര്യം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഔട്ട് വന്നതുകൊണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങളല്ലാതെ ഒരുപാട് അതായത് ഒരുപാട് റിലേഷൻഷിപ്പ് വീട്ടുകാരായിട്ടൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ആ ഒരു പേഴ്സൺ അതൊന്നും എടുക്കാനോ അതിനോടൊന്നും യാതൊരുവിധ താല്പര്യമില്ല. അയാൾ കംപ്ലീറ്റ്ലി ഇമോഷണലി നിങ്ങളോട് മാത്രമാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രോപ്പറായിട്ടൊരു ഡിസിഷൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ആ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട്. ഈ ഒരു ആൾ വളരെയധികം പേടിക്കുന്നുണ്ട്. അതായത് വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ ഒരുപാട് പേടിക്കുന്നുണ്ട്. ബിക്കോസ് ഈ ഒരു റിലേഷൻഷിപ്പ് അത്രമാത്രം അവർക്ക് അവരുടെ ഇടയിൽ പ്രോബ്ലം സൃഷ്ടിക്കുന്നത് കൊണ്ട് ഒരുപാട് പേടിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റേജിൽ നിന്നും ആ ഒരു പേഴ്സണ് നിങ്ങളെ മാത്രം മതി. അപ്പോൾ അത് ഒരുപാട് എന്താ പറയുക, ഒരുപാട് അറ്റാച്ച്ഡാണ് നിങ്ങളുടെ, ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാ ആൾക്കാരും നിങ്ങളെ തള്ളി പറയുമ്പോഴും ആ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഈ ഒരു റിലേഷൻഷിപ്പിന് ഭയങ്കരമായിട്ടും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ഏതൊക്കെ ഫോഴ്സ് വന്നാലും നിങ്ങളെ അകറ്റാനൊന്നും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും അത്രയ്ക്ക്, ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു എനർജി പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തമ്മിലൊരു നല്ല രീതിയിലൊരു സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ്. അപ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്താലും നിങ്ങളെ തമ്മിൽ ഒരു സെപ്പറേറ്റ് ചെയ്ത് നിർത്താൻ പറ്റില്ല. ബിക്കോസ് നിങ്ങൾ അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആണ്. പിന്നെ ആ ഒരു പേഴ്സണ് നിങ്ങളോട് ഒരുപാട് ഇഷ്ടമുണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളെ കിട്ടാൻ വേണ്ടി ഏത് ലെവൽ വരെ പോവുകയും ചെയ്യും. ഇമോഷണലി ആണ് നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ കണക്റ്റഡ് ആയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇമോഷണൽ ഫീലിംഗ് ഉള്ളത് കൊണ്ട് നിങ്ങളെ കിട്ടാനും നിങ്ങളുടെ സന്തോഷത്തിനും വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ആ ഒരു പേഴ്സൺ തയ്യാറാണ്. സോ ആ ഒരു വ്യക്തിക്ക് നല്ലൊരു ഉറപ്പുണ്ട്. അതായത് ഇപ്പോൾ അകന്നിരിക്കുന്ന പാരൻസും ഫാമിലിയും റിലേറ്റീവ്സും എല്ലാവരും നിങ്ങളായിട്ട് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഡെപ്ത് കണ്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊക്കെ മാറി നിങ്ങളുടെ അടുത്തോട്ട് വരുമെന്ന് ഈ ഒരു പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കുമെന്ന് ആ ഒരു പേഴ്സണ് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ വരുമെന്നാണ് ആ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നത്. ഈ ഒരു വ്യക്തിയുടെ മൈൻഡിലുണ്ട് എല്ലാ പ്രോബ്ലംസും സോൾവ് ആയിട്ട് നിങ്ങളുടെ പാരൻസ്, നിങ്ങളുടെ ആൾക്കാരൊക്കെ നിങ്ങളുടെ കൂടെ വരുമെന്ന്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്കിവിടെ യൂണിവേഴ്സ് കാണിക്കുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഇത് ബാക്കിയുള്ളവർ അംഗീകരിക്കുകയും നിങ്ങളുടെ അടുത്തോട്ട് വരികയും നിങ്ങളെല്ലാവരും നല്ലൊരു ലൈഫിലോട്ട് പോവുകയൊക്കെ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നതോടുകൂടി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഉയർച്ചകളും അതായത് നിങ്ങൾ ശരിക്കും ലൈഫിനെ എൻജോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. ജോലി വൈസും പിന്നെ ഫിനാൻഷ്യലി ഒക്കെ ഒരുപാട് നല്ല നല്ല ഉയർച്ചകൾ നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് കഴിയുമ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ, അപ്പോൾ നിങ്ങളുടെ ആ ഉയർച്ചയും കാര്യങ്ങളൊക്കെ മനസ്സിലാകുമ്പോൾ നിങ്ങളിൽ നിന്ന് അകന്ന് മാറി നിങ്ങൾ ഇഗ്നോർ ചെയ്തിരുന്ന ആൾക്കാർക്കൊക്കെ ലാസ്റ്റ് നിങ്ങളുടെ അടുത്തോട്ട് വരും. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടു കൂടെ പോകുമെന്നാണ് യൂണിവേഴ്സ് നമുക്കിവിടെ കാണിച്ചു തരുന്ന എനർജി എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. ഇപ്പോൾ അവരെല്ലാവരും എതിർത്ത് നിൽക്കുകയാണെങ്കിലും പതുക്കെ അവരെല്ലാവരും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. അതായത് നിങ്ങളവരെ അംഗീകരിക്കും. അപ്പോൾ നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. ആൾക്കാരെല്ലാവരും ആ വ്യക്തിനെ കുറ്റപ്പെടുത്തുമ്പോൾ ആ ആൾക്കറിയാം അയാൾ ചെയ്യുന്നതൊന്നും എല്ലാം ശരിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരുപാട് മാറ്റം ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ഇത് തന്നെ എനിക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. ബിക്കോസ് അയാൾ ആരെന്ത് വന്നാലും അയാൾ വെട്ടി വീഴ്ത്താൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. ബിക്കോസ് അയാൾക്ക് നിങ്ങളില്ലാതെ പറ്റില്ല, അത്രയ്ക്ക് കമ്മിറ്റഡ് ആണ്. സോ ആർക്കും ആ ഒരു പേഴ്സണിൻ്റെ മൈൻഡിനെ കൺവേർട്ട് ചെയ്ത് വേറൊരു രീതിയിലോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും പറ്റില്ല. ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒരുപാട് പ്രോബ്ലംസൊക്കെ നമുക്ക് ഉള്ളതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വന്നതിന് ശേഷം അതൊക്കെ ഒരുപാട് റിലീസ് ആയി. നിങ്ങൾ ആ വ്യക്തിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് ഹീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ ഒരു പേഴ്സണായിട്ട്. സോ പാസ്റ്റിലുണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്ത് നിങ്ങൾ അവളുടെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. സോ അതൊന്നും ഇപ്പോൾ ആ ഒരു വ്യക്തിനെ ഒട്ടും തന്നെ ബോദർ ചെയ്യുന്നില്ല. ബിക്കോസ് നിങ്ങളുണ്ട് ആ ഒരു വ്യക്തിയുടെ കൂടെ. അപ്പോൾ ഒന്നും എനിക്ക് ഒരു പ്രശ്നമില്ല, എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് എന്ത് കാര്യങ്ങളും എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് കൂടെയൊക്കെ ഉള്ളത് കൊണ്ട് ആ പേഴ്സണ് നിങ്ങളില്ലാത്ത ഒരു നിമിഷം പോലും ആലോചിക്കാൻ പറ്റില്ല.
നിങ്ങൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചകളൊക്കെ വരും. അപ്പോൾ ഗ്രാജ്വലി എല്ലാ കാര്യങ്ങളും വരുന്നത് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ലൈഫാണ്. അപ്പോൾ നിങ്ങൾ ആ പേഴ്സൻ്റെ ലൈഫിലുള്ളത് അയാൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് അയാൾക്ക് എന്താ പറയുക, ഒരുപാട് അയാൾക്ക് നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങളില്ലാതെ അയാൾക്ക് പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് നല്ലൊരു പവറുള്ള ഒരു ഇതിലാണ് ആ പേഴ്സൺ വിശ്വസിക്കുന്നത്. ബിക്കോസ് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങളോട് ഇത്രയും ഇമോഷൻസൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളോട് പറയുന്നൊന്നുമില്ല. പക്ഷേ ഉള്ളിൽ ഒരുപാട് വിഷമവും ദുഃഖങ്ങളും ഒക്കെ ഉണ്ട്. കാര്യം എല്ലാവരും അവോയ്ഡ് ചെയ്യുമ്പോഴും ഒക്കെ ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ എല്ലാവരിൽ നിന്നും മാറി, അതായത് നിങ്ങളിൽ നിന്നല്ല എങ്ങോട്ടെങ്കിലും മാറി കുറച്ച് ഒരു ഒരു എന്താ പറയുക, ഏതെങ്കിലും അമ്പലങ്ങളിലോ അല്ലെങ്കിൽ പള്ളിയിലോ കുറച്ചൊരു തീർത്ഥയാത്ര പോലെയൊക്കെ കുറച്ച് നാൾ പോയിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വരാം എന്നൊക്കെ ചില സമയത്ത് തോന്നാറുണ്ട്. ബിക്കോസ് അത്രയ്ക്ക് പെയിനാണ് ഫാമിലിയിൽ നിന്നൊക്കെ ഈ ഒരു പേഴ്സണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ വളരെ വല്ലാത്ത ഒരു ഡിപ്രഷൻ മോഡിലോട്ടൊക്കെ ഈ ഒരു പേഴ്സൺ പോവാറുണ്ട്. ഈ പറയുന്ന വ്യക്തിക്ക് നിങ്ങളെ മാത്രമല്ല, ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളും അയാളും മാത്രമല്ല, അതിൻ്റെ കൂടെ ഫാമിലി ഉണ്ട്, എല്ലാവരും അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ്. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലോട്ട് നിങ്ങൾ തമ്മിൽ മാരേജ് ചെയ്യുമ്പോൾ എല്ലാവരും നിങ്ങളുടെ കൂടെ സന്തോഷത്തോടെ ഉണ്ടാവണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ആ പേഴ്സൺ അവോയ്ഡ് ചെയ്യാനും പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങളെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഫാമിലിയും. ഫാമിലി ഇങ്ങനെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ അങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ഫാമിലി അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ. അപ്പോൾ അവരങ്ങനെ മാറി, ഫ്രണ്ട്സും ഫാമിലിയൊക്കെ അങ്ങനെ മാറി നിൽക്കുമ്പോൾ ഈ പേഴ്സൺ ഒരുപാട് ദുഃഖമുണ്ട്. ബിക്കോസ് ഈ ഒരു നല്ലൊരു സമയത്ത് നിങ്ങളുടെ കൂടെ അവരും വേണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർ മാറി നിൽക്കുന്നത് കൊണ്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും വേണം അവരും വേണം എന്നൊരു ഇതിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ പോകുന്നത്. നിങ്ങളോട് രണ്ടുപേരോടും എല്ലാ തരത്തിലും ഇഷ്ടവും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. പക്ഷേ ഒരാളെ കളഞ്ഞിട്ട് മറ്റൊരാളെ വേണ്ട, മീൻസ് ഒരാളെ കളഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നതിനോടും താല്പര്യമില്ല. ബിക്കോസ് എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു നല്ലൊരു കാര്യം നടക്കുമ്പോഴേ എല്ലാവരും എൻ്റെ കൂടെ വേണം. അങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ എല്ലാ തരത്തിലും ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു പേഴ്സണാണിത്. അപ്പോൾ എല്ലാവരും അകന്ന് നിൽക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. എങ്കിൽ കൂടി നിങ്ങളോട് വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ നിങ്ങളെ ഒരിക്കലും ആ ഒരു പേഴ്സൺ ഉപേക്ഷിച്ച് പോവുകയോ എടുക്കുകയോ ഒന്നുമില്ല. സോ നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്തു നിങ്ങളുടെ കൂടെ തന്നെ വരികയും ചെയ്യും. ഇപ്പോൾ എല്ലാവരും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ജോയിൻ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ പോവും. അതായത് നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പോകുന്നതാണ്. സോ ഇന്നത്തെ എൻ്റെ റീഡിങ് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.